പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തന ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13 അധ്യായം 47 മുതൽ 53 വരെയുള്ള വചനഭാഗങ്ങളാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഉപമകളിലെ അവസാന ഭാഗമാണിത്. നിങ്ങളിതെല്ലാം ഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് മുൻപും പിൻപുമായി 2 ഉപമകൾ നൽകിയിരിക്കുന്നു. 1 വലയുടെ ഉപമ, 2 വീട്ടുടമസ്ഥൻ്റെ ഉപമ. വലയുടെ ഉപമ ദൈവരാജ്യത്തിലെ അന്തിമ വിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഉപമയ്ക്ക് 13 അധ്യായത്തിൽ തന്നെ 24 മുതൽ 30 വരെ നൽകിയിരിക്കുന്ന കളകളുടെ ഉപമയുമായി സാദൃശ്യമുണ്ട്. കളകളും വിളകളും ഒരുമിച്ച് വളരാൻ അനുവദിക്കപ്പെടുന്നത് പോലെ നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളും വലയിൽ ഉൾക്കൊള്ളുന്നു. എന്നാൽ വിധിക്കപ്പെടുമ്പോൾ നല്ല മത്സ്യങ്ങളുടെ സ്ഥാനം പാത്രത്തിലും ചീത്ത മത്സ്യങ്ങളുടെ സ്ഥാനം പുറത്തുമാണ്. പുറത്തേക്കെറിയപ്പെടാതിരിക്കണമെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേയുള്ളൂ: നല്ല മത്സ്യമാവുക. നല്ല മത്സ്യമാകാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന് ഉത്തരം യേശുവിൻ്റെ ദൈവരാജ്യ ഉപമകളിൽ നിന്ന് തന്നെ നമുക്ക് സംഗ്രഹിക്കാനാകും. 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലങ്ങളാകുക. ആകാശപ്പറവകൾക്ക് വന്ന് ചേക്കേറാൻ പാകത്തിൽ വളരാൻ കഴിയുന്ന കടുകുമണികളാകുക. നന്മയുടെ സ്വാധീനം ചെലുത്തുന്ന പുളിമാവാകുക. അടുത്ത ഉപമയിൽ ദൈവരാജ്യത്തിലെ അംഗങ്ങളായി തീരാൻ ആഗ്രഹിക്കുന്ന നിയമജ്ഞരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അവർ പഴയതും പുതിയതും ഒരുമിച്ചുപയോഗിക്കുന്ന വീട്ടുടമസ്ഥന് തുല്യരാണെന്ന് യേശു ഉപമിക്കുന്നു. പഴയ നിയമത്തിൽ പാണ്ഡിത്യം നേടിയ നിയമജ്ഞൻ, അവൻ പണ്ഡിതനാണെങ്കിലും ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനാകാൻ തയ്യാറാകുകയും താൻ ഗ്രഹിച്ച നിയമപാഠങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളായ പുതിയ നിയമവുമായി ഒരുമിച്ച് ചേർത്ത് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. പഴയ നിയമത്തിലെ പാഠം ഉൾക്കൊണ്ട് പുതിയ നിയമം ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് സാരം. മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇതിനുദാഹരണമാണ്. അവിടെ അനുതപിക്കാത്ത നഗരങ്ങളായ ഖൊറാസിനെയും ബെത്സേദയെയും പഴയ നിയമത്തിലെ ടൈറിനോടും സീദോനോടും കഫർനാമിനെ സോദോമിനോടും തുലനം ചെയ്യുന്നു. ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമുക്കും ഇത് ഒരു വെല്ലുവിളിയാണ്. ലോകത്തിൻ്റെതായ എല്ലാ അറിവുകളും നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലും യേശുവിൻ്റെ ദൈവരാജ്യത്തിൽ അംഗമാകണമെങ്കിൽ യേശുവിൻ്റെ പ്രബോധനങ്ങൾ മനസ്സിലാക്കണം. അവൻ്റെ സുവിശേഷത്തോട് നമുക്ക് ലഭിച്ച അറിവുകളെ ചേർത്തുവെച്ച് ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതം ധന്യമാകും. ഇന്നത്തെ വചനഭാഗത്തിലെ 2 ഉപമകളും ദൈവവചനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അന്ത്യവിധിയെ മുന്നിൽ കണ്ട് ഈ ലോക ജീവിതം ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഈ 3 ആഴ്ചകളിലായി മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിലെ ഉപമകൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിക്കുന്നുവോ എന്ന യേശുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്. അവൻ്റെ ഉപമകളുടെ അന്തരാർത്ഥം ഗ്രഹിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് ധന്യമാക്കാം, ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കാം.